വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. കുറെ നാളിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. പിന്നെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുക്കാത്തതിന്റെ മെയിൻ കാര്യം മൈക്ക് ഇഷ്യൂ ആയിരുന്നു. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് മൈക്ക് ഇഷ്യൂ അല്ല, എനിക്കത് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഫോണിലില്ല. സോ അത് കണക്ട് ചെയ്യാനുള്ള കണക്ടർ മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം ഡിലേ ആയി. അങ്ങനെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഓക്കെ ലേറ്റ് ആയല്ലോ, ഇനി അപ്ലോഡ് ചെയ്യണ്ട, ഡിലീറ്റ് ചെയ്യാൻ ഈ വീഡിയോസ് എന്നുള്ളൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഇരുന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഇനി മൈക്ക് ശരിയാവല്ല, എന്ത് ചെയ്യുമെന്നൊക്കെ ഉള്ള ഒരു ഇതിലിരുന്നിട്ട് ഇന്ന് ഞാൻ കരുതി മൈക്ക് നോക്കണ്ട, ഉള്ള അഡ്ജസ്റ്റ്മെന്റ് വെച്ച് ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തത് കുറച്ച് ഒരു മന്ത്ലി എസെൻഷ്യൽസ് ഫോർ മീ. ലൈക്ക് ഞാൻ മന്ത്ലി ഉള്ള പർച്ചേസിൽ റീപർച്ചേസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് ഇന്നത്തേത്. ഓക്കെ, ഒരു മന്ത്ലി എസെൻഷ്യൽ അല്ലെങ്കിൽ ദേവൂസ് മന്ത്ലി എസെൻഷ്യൽ എന്നൊക്കെ പറയാൻ തന്നെ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ഇത് ആക്ച്വലി ഓൺലൈൻ പർച്ചേസും ഉണ്ട്, പിന്നെ ഓഫ്ലൈൻ പർച്ചേസും ഉണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് നമുക്ക് ഓക്കെ, ഇത് റീപർച്ചേസ് അല്ല. ആക്ച്വലി ഇത് ഞാൻ കണ്ടപ്പോ ഇഷ്ടം തോന്നി മേടിച്ചതാ. പിന്നെ ലിപ് ബാമില് എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയ ഒരു ലിപ് ബാം ഞാൻ മേടിച്ചതാണിത്. ഇത് 60 രൂപയേ ഉള്ളൂ. ഇതിൽ 60 എഴുതിയിരിക്കുന്നത്. ഒരു ലിപ് ബാം ഞാൻ യൂസ് ചെയ്തില്ല, കാരണം ഞാൻ ഇത് മേടിച്ചിട്ട് തന്നെ കുറെ ദിവസം എന്ത് ഞാൻ വെച്ചു ഓക്കെ ഒരു വീഡിയോ എടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാമല്ലോ. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് ഇടാമല്ലോ. കണ്ടന്റിന്റെ ക്ഷാമം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ. അപ്പൊ ഇത് ബ്ലൂ ഹെവന്റെ ഒരു ലിപ് ബാം ആണ്. ഇത് ഞാൻ മേടിച്ചത് സ്ട്രോബെറി കിസ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇതിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ, ലൈക്ക് ഇത് ഹാർട്ട് ഷേപ്പിലായിരിക്കും അതിനകത്തുള്ള ഇതിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ ഇടാവേ. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. അതിന്റെ റീപർച്ചേസ് അല്ല, ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചതാ. പിന്നെ ഇത് റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കുഞ്ഞിലെ ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ സമയം തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ അത് മാറി യൂസ് ചെയ്യാറില്ല. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടോ വാട്ടെവർ ഞാൻ അത് മാറി യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഫേവറേറ്റ് സാധനം, എനിക്ക് എന്തോ യൂസ് ചെയ്ത് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒന്നാണ് ഇത്. ഇതെനിക്ക് ഭയങ്കര എനിക്കറിയില്ല ഇത് മൈൽഡ് ആണോ ഇത് കെമിക്കൽ ആണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ലെമണിന്റെ ഫ്ലേവർ കൂടെ ഉണ്ട്. അതും ഞാൻ യൂസ് ചെയ്യാം. എനിക്ക് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ ആക്ച്വലി പേടിയാണ്, കാരണം ആകെപ്പാടെ 4, 3, 7 ഉള്ളത് കൂടെ പൊക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ലെമൺ വേരിയന്റ് കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാ, എനിക്ക് നല്ലതാ. എന്റെ ഹെയറിന് ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഇതാണ് ഇതെന്റെ ഭയങ്കരമായിട്ടുള്ള റീപർച്ചേസ് ആണ്. ഓക്കെ, ഇത് അടുത്ത് ഇത് എല്ലാ ഷോപ്പിലും കിട്ടും, ഓൺലൈനും കിട്ടും. ഇത് 98 റുപ്പീസ് ആണ് ഇതിലുള്ളത്. ബില്ല് ചെയ്യുമ്പോൾ എനിക്ക് അതിലും കുറവായിരിക്കും. ഓക്കെ, ഇതും ഇത് റീപർച്ചേസ് അല്ല. ആക്ച്വലി ഞാൻ ഷുഗർ കട്ടിലാണ്. അപ്പം ഇത് ഫസ്റ്റ് ചലഞ്ച് എടുത്തപ്പം എനിക്കങ്ങനെ ക്രേവിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ചെറുതായിട്ട് ക്രേവിങ്സ് ഒക്കെ വരാറുണ്ട്, മെയിൻലി പീരിയഡ്സ് ടൈമിൽ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് മേടിച്ച് വെച്ചതാണ് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ്. ഞാൻ ഇതുവരെ പൊട്ടിച്ചു എന്താ കഴിക്കാനും തോന്നില്ല. ഇനി അടുത്ത പീരിയഡ്സ് ആവുമായിരിക്കും ഇത് പൊട്ടിക്കാൻ. എന്തായാലും അതുണ്ട്. പിന്നെ കുറച്ച് ഗാലക്സി ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ എനിക്ക് മേടിച്ചല്ല, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ച ഗാലക്സി ഉണ്ട്. ഞാൻ ഇതൊന്നും കഴിക്കില്ല ചോക്ലേറ്റ്സ്, എനിക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇത് അതിന്റെ കൂടെ 4-5 കൂടെ ഉണ്ട് അവരെ കാണാൻ. എന്റെ വാഷ്റൂമിൽ എപ്പോഴും കുറെ ബ്രഷസ് കാണും. ഇപ്പം പല്ല് തേക്കാനാണെങ്കിലും അല്ലാതെ ബാത്റൂം ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒക്കെ അങ്ങനെ കുറെ ബ്രഷസ് എന്റെ ബാത്റൂമിൽ കാണും. അപ്പൊ ഇത് ഓൾറെഡി ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെനിക്കും ഇത് ബാത്റൂമിന്റെ യൂസിന് വേണ്ടിയിട്ട് മേടിച്ച ബ്രഷ്. ഇത് എല്ലാ മാസം മേടിക്കില്ല, ഇത് ഞാൻ അങ്ങനെ നോക്കാറില്ല. നല്ല കളർ ഉള്ളത് നോക്കി എടുക്കാറാണ് എപ്പോഴും പതിവ്. അങ്ങനെ ഇത് അടുത്ത്
ടിഷ്യൂ എനിക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് അറിയില്ല, എനിക്ക് വാഷ്റൂമിൽ എപ്പോഴും ടിഷ്യൂ വേണം. അപ്പോ ടിഷ്യൂ മേടിക്കാറുണ്ട്. ഇതെനിക്കൊരു മാസം തികയില്ല. പിന്നെ ഇത് തീരുമ്പോ ഞാൻ നൈസായിട്ട് എന്റെ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് വരും. ഓഫീസിൽ വന്നിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പോ ടിഷ്യൂ ഇത് മോസ്റ്റ്ലി എനിക്ക് പീരീഡ്സ് ടൈമിൽ ഭയങ്കര യൂസ് ആണ്. ഇത് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഇത്. ടിഷ്യൂ അതാണ്. ഇത് ഫേസ് റൈസർ ആണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഫേസ് റൈസർ ഒന്നും. പക്ഷെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അങ്ങനെ ഹെയർ ഗ്രോത്ത് ഒന്നും ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിനൊന്ന് യൂസ് ചെയ്യാമെന്ന് കരുതി മേടിച്ചതാ. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് പിമ്പിൾസ് വന്നതുപോലെ തോന്നിയായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കരമായി സ്കിൻ കെയർ ചെയ്യുന്ന ആളൊന്നുമില്ല, മേബി അതുകൊണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചതാണ്. പിന്നെ എനിക്ക് ഐബ്രോസ് ആണെങ്കിലും ഞാൻ എപ്പോഴും പോയി ചെയ്യത്തൊന്നുമില്ല. അതിനും നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാ. ഇത് സിറോണ ബ്രാൻഡിന്റെ ആണ്. ഇത് ഒരെണ്ണമാണ് ഇതിനകത്തുള്ളത്. അത് 99 rupees ആണ്. അത് റീപർച്ചേസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇത് റീപർച്ചേസ് ആണ്. ഇത് ഞാൻ മേടിക്കുന്നതാണ്. 25 രൂപയുള്ളൂ. ഇത് ഞാൻ കുറച്ച് അല്ലാതെ യൂസിനൊക്കെ മേടിക്കുന്ന ഒന്നാണ്. ഇതെന്റെ അതെന്റെ റീപർച്ചേസ് ആണ്. ഓക്കെ. ഇതും എന്റെ റീപർച്ചേസ് ആണ്. ഞാൻ ഈ ഒരു ബ്ലാക്ക് അതിനകത്ത് മറ്റേ ജെല്ലുള്ളത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തോ എനിക്ക് ആ കളർ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അതിനകത്ത് ഇങ്ങനെ ജെല്ലി കിടക്കുന്നൊക്കെ കാണാം. ഇതെന്റെ അടുത്തൊരു റീപർച്ചേസ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഇതൊക്കെ ഞാൻ റീപർച്ചേസ് ചെയ്യുന്നതും ഒക്കെ. ഇത് ഞാൻ മാറി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നോർമൽ ഡേയ്സിലെല്ലാം ഞാൻ ദീദി യൂസ് ചെയ്യും. പിന്നെ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ തലേദിവസം ഞാൻ ഇതാണ് യൂസ് ചെയ്യും. ഇതാകുമ്പോൾ എന്റെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന പറയുന്നത് പോലെ. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് എനിക്കെന്തോ 190 ആണ് ഇതിന്റെ MRP. പക്ഷെ എനിക്ക് സ്പെഷ്യൽ പ്രൈസ് 95-നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോ ഇതാണ് അടുത്ത്. ഇനി ആക്ച്വലി ഉള്ളത് ഇനി ഇത് ഞാൻ ആക്ച്വലി മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചായിട്ടാണ് ഞാൻ പാഡിലോട്ട് മാറിയത്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വീണ്ടും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇതിന്റെ ഗ്രീൻ ആണ് എടുത്തത്. അപ്പം എനിക്ക് അതത്ര എന്തോ ഒരു തോന്നിയില്ല. പിന്നെ ഞാൻ ഒരിക്കൽ പോയപ്പോ ഇതിന്റെ ബ്ലാക്ക് എടുത്തത്. ഇതല്ല, ഇതിന്റെ നോർമൽ പാക്കേജിങ് എടുത്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആക്ച്വലി നൈറ്റ് ആണ് അവർ എഴുതിയേക്കുന്നെങ്കിൽ എനിക്ക് ഭയങ്കര അത് ഇഷ്ടപ്പെട്ടു. കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഞാനിത് കണ്ടപ്പോ എടുത്തതാണ്. ഇത് ഈ ഒരു വലിയ പാക്ക് 520 സംതിങ് ആണ്. അതിനകത്ത് 3 ഇതുണ്ട്. 3 പാക്കറ്റ്സ് ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തു. ഇതേപോലെ സെഷൻസ് ആയിട്ട് 3 പിന്നെ വിസ്പേഴ്സിന്റെ അറിയാമല്ലോ, ലൈക്ക് അതിനകത്ത് നമുക്ക് ഓരോ പാക്കേജസ് ആയിട്ടാണ് വരുന്നത്. ഇത് എനിക്ക് കുറച്ച് നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ബാക്കിയുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെച്ച് എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആകുന്നത്. ഇനി കുറച്ച് ഓൺലൈൻ പർച്ചേസ് ആണുള്ളത്. അതിലൊരെണ്ണം ഇതെല്ലാരും ഓൺലൈനിൽ കണ്ടു കാണും. ഞങ്ങളുടെ ഇവിടെ കൊടുക്കാം. ഇത് ആക്ച്വലി ഞാൻ പൊട്ടിച്ച് അതായത് വന്നപ്പോഴും പൊട്ടിച്ച് കാണിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനിത് പൊട്ടിച്ച് യൂസ് ചെയ്തു. കൊടുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും ചപ്പൽ യൂസ് ചെയ്യും, വീട്ടിലാണെങ്കിലും പുറത്ത്. അതുകൊണ്ട് എന്റെ കാല് സോഫ്റ്റ് ആണ്. പക്ഷെ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് രാത്രി ഇത് ഇട്ടിട്ടാണ് കിടക്കാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ അപ്ഡേറ്റ് എങ്ങനെയാന്നുള്ള പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂസ് ചെയ്ത ഒരു 3 days എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഇട്ടിട്ട് നമുക്ക് മാറ്റുമ്പോൾ ഇതിന് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഫീറ്റൊക്കെ കൂട്ടം. അപ്പൊ ഞാനൊരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. ഓക്കെ, അത് പിന്നെ ഞാന് മീഷോയിൽ നിന്ന് ഒരു ചപ്പൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ബ്രാൻഡ് സാധനം മേടിക്കാതെ ഞാൻ
അല്ലാതെ ഇപ്പൊ നമ്മൾ എന്നും ഓഫീസ് ഗോയിങ് ഒക്കെ അല്ലേ, അപ്പൊ ഞാൻ ഡ്രസ്സിന്റെ മാച്ചിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈപ്പ് ഓഫ് ചപ്പൽസ് മേടിച്ച് മാറി മാറി മാറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ബ്രാൻഡ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ എന്തോ കണ്ടപ്പം എനിക്ക് അനിമൽ പ്രിന്റ് ഇപ്പൊ എന്തോ എനിക്ക് ഇല്ലായിരുന്നു ഈ സാധനം. അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ മേടിച്ചു. ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു 200 താഴെയാണ്. പിന്നെ മീഷോയിൽ ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ വീണ്ടും റേറ്റ് കുറയുമല്ലോ, അങ്ങനെയാണ്. ഞാൻ അത് കൊടുത്തേക്കാം. ഇത് ഞാൻ എന്റെ കാളൊക്കെ ഇട്ടിട്ടുള്ള ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് എന്റെ ഓഫീസില് എല്ലാരും ലിപ്സ്റ്റിക് ഒക്കെ കൊണ്ടുവരും. ഓക്കെ, ലിപ്സ്റ്റിക് കൊണ്ടുവരാറുണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്, എനിക്കങ്ങനെ ന്യൂഡ് ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് കിട്ടാറില്ല. പക്ഷെ ഇതെനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. മേടിക്കണം ഞാൻ കാർ ചെയ്തിട്ടിരുന്നിട്ട് മേടിക്കാതിരുന്ന സാധനം ലാസ്റ്റ് ഞാൻ മേടിച്ചതാണ്. ഇത് പലരേലും കാണും, പക്ഷെ എന്റെ ഇപ്പോഴായിട്ട് ഇത് ഫേസസ് കാനഡയുടെ കോക്കോ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഷോർട്സിൽ ഇടാം. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡായിട്ട് എനിക്ക് ഭയങ്കര സ്യൂട്ട് ആവുന്ന പോലെ തോന്നി. എനിക്ക് തോന്നുന്നു ഓഫീസിൽ ഇനി യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ലാക്മിയാണ് ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺക്രീം. പിന്നീട് ഞാൻ അത് മാറ്റി ഡോട്ട് ആൻഡ് ഗി ആക്കി. പക്ഷെ അതും നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ വീണ്ടും ഞാൻ ലാക്മി ആണ് മേടിച്ചിട്ടുള്ളത്. ലാക്മി ഞാൻ നേരത്തെ യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം വൈറ്റ് കാസ്റ്റ് ആണ്. അപ്പൊ ഇത് പക്ഷെ ടിൻറ്റഡ് ആണ്. നോക്കാം എങ്ങനെയുണ്ടോ നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനിയുള്ളത് ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ. എനിക്ക് തോന്നി ഞാൻ മേടിച്ചത് 799 ആയിരുന്നു റേറ്റ്. അതാണ് സംഭവം. ഞാനൊരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചത്. ആക്ച്വലി നല്ലൊരു ഗ്രേ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. മെറ്റീരിയൽ ആണെങ്കിലും 799 വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഷോളൊക്കെ ആണെങ്കിലും ഒരു പ്രിന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതാണ് ഞാൻ കുറെ നാളുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന എന്റെ വീഡിയോസ്. ഇത് ഓരോ ഷോർട്സ് ആയിട്ട് ഇടാൻ നടക്കില്ല, ഞാൻ മടി വിരിച്ചിരിക്കും. പിന്നെ മൈക്കിന്റെ ഇഷ്യൂ പറഞ്ഞിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോ ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഈ കാണിച്ച സാധനങ്ങളെല്ലാം നൈസ് സാധനങ്ങളാണ്. എന്നുവെച്ചാൽ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യുന്നതും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.